ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കോച്ച് ചന്ദ്ര ഫിറ്റ്നസ്. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? കഴിഞ്ഞ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ടോപ്പിക്കാണ് വിറ്റമിൻസ് വെയ്റ്റ് ലോസ് ചലഞ്ചിൽ നമ്മൾ എടുത്തിരിക്കുന്ന ടാസ്ക് 24 കിലോഗ്രാംസ് എങ്ങനെ വളരെ ഹെൽത്തി ആയിട്ട് ഒരു വർഷം കൊണ്ട് ഓരോ മാസം 2 കിലോ കുറയ്ക്കാൻ പറ്റുമെന്നുള്ളതാണ്. സാധാരണ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റെഗുലറായിട്ട് കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ് ആൻഡ് ഫാറ്റ്. എന്നാൽ അതിനോടൊപ്പം തന്നെ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകമാണ് വിറ്റമിൻസിൻ്റെ പ്രാധാന്യം. വിറ്റമിൻസിൻ്റെ ഡെഫിഷ്യൻസിൽ കൂടി നമ്മൾ നേരിടുന്ന ഡേ ടു ഡേ ലൈഫിൽ എനർജി ഇല്ലായ്മ, തലചുറ്റൽ, ഒരു രീതിയിലും ഒരു ഉന്മേഷം തോന്നാറില്ല. എക്സസൈസ് ഒക്കെ ചെയ്തതിന് ശേഷം നിങ്ങൾക്കുണ്ടാകുന്ന തളർച്ചയുടെ പ്രധാനപ്പെട്ട കാരണം വിറ്റമിൻസിൻ്റെ ഡെഫിഷ്യൻസി ഒന്നുകൊണ്ട് മാത്രം ആണ്. അത് ഇൻവെർട്ടഡ് കോമയിൽ എടുത്തു പറയേണ്ട ഒരു പോയിൻ്റാണ്. ഇനി കാർബോഹൈഡ്രേറ്റ് മെറ്റാബോളിസത്തിന് എന്തൊക്കെയാണ് നമുക്ക് ഉപകാരമായിട്ട് ഏറ്റവും കൂടുതൽ സപ്പോർട്ടീവായിട്ട് നിൽക്കുന്നത്? വൈറ്റമിൻ B1, വൈറ്റമിൻ B3 ആൻഡ് B6. ഫ്രണ്ട്സ്, അടുത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യുന്നത് പ്രോട്ടീൻ മെറ്റാബോളിസത്തിന് ഏത് വിറ്റമിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ്? പാൻതോതെനിക് ആസിഡ് വിത്ത് ബയോട്ടിൻ. ഈ 2 വിറ്റമിൻസാണ് നമ്മൾ കഴിക്കുന്ന പ്രോട്ടീൻസ് എന്തെല്ലാമാണെങ്കിലും അതിനെ കംപ്ലീറ്റ് ദഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത്. ഇതേപോലെ തന്നെ ഫാറ്റ് മെറ്റാബോളിസത്തിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിറ്റമിനാണ് വിറ്റമിൻ B2. ഓക്കെ, ഇത്രയും ഡേ ടു ഡേ ലൈഫിൽ വളരെ ഹെൽത്തി ലൈഫ് സ്റ്റൈലിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിറ്റമിൻസ് ആണ്. ഓക്കെ, നൗ കമ്മിങ് ടു ദി മെയിൻ വിറ്റമിൻസ് ആണ് A, C ആൻഡ് E. ഇതാണ് നമ്മുടെ ബോഡി ഗാർഡ്സ്. എവിടെ പോയാലും ശരി നമ്മളെ സംരക്ഷിച്ച് നിർത്തുന്ന, ശരീരത്തിന് പ്രതിരോധ ശേഷി തരുന്ന, ഓക്കെ, നിസ്സാരപ്പെട്ട, നമുക്കറിയാവുന്നതാണ്. ചിലർ പറയാറുണ്ട് ഏതെങ്കിലും ഒരു രീതിയിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലർക്കാണെന്നുണ്ടെങ്കിൽ കോൾഡ്, അങ്ങനെയുള്ള ചെറിയ ചെറിയ അസുഖങ്ങൾ എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത് ബോഡിയിലുള്ള പ്രതിരോധ ശേഷിയായിട്ടുള്ള നമുക്ക് തരുന്ന വിറ്റമിൻസ് A, C, Eയുടെ അഭാവമാകാം. തീർച്ചയായിട്ടും ഫോക്കസ് ചെയ്യണം. ഓക്കെ, നൗ കമ്മിങ് ടു ഇമ്പോർട്ടൻറ്റ് വിറ്റമിൻസ്, വൈറ്റമിൻ D ആൻഡ് C. വൈറ്റമിൻ D ആൻഡ് C നമ്മളെ സംരക്ഷിക്കുന്നത് എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്? ബോൺ, കാർട്ടിലേജ് ആൻഡ് അവർ ജോയിൻസ്. ഈ 3 ഘടകങ്ങളുടെ ഹെൽത്തി ആയിട്ടുള്ള സംരക്ഷണത്തിനും അതിൻ്റെ ബിൽഡ് ചെയ്യുന്നതിനും ഓക്കെ ആയിട്ടുള്ള വിറ്റമിൻസ് ആണ് വൈറ്റമിൻ D ആൻഡ് C. ഇതിൻ്റെ അഭാവത്തിൽ കൂടി ഇന്ന് ദൈനംദിന ജീവിതത്തിലെ വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസിൽ എന്തെല്ലാം വിഷയങ്ങളാണെന്നറിയാമോ? പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിലൊക്കെ ഉള്ളവർക്ക് ഏറ്റവും കൂടുതൽ വിഷയങ്ങളുണ്ടാകുന്ന, അഭാവങ്ങൾ ഉണ്ടാകുന്ന, അതായത് വൈറ്റമിൻസിൻ്റെ കുറവ്, ഡെഫിഷ്യൻസി കൊണ്ട്. ഇതിനെക്കുറിച്ച് പല പഠനങ്ങളും പറയുന്നുണ്ട്. ഈവൻ പീരിയോഡിക്കലി നമ്മൾ സാധാരണ ചെയ്യുന്ന ഹെൽത്ത് ചെക്കപ്പിൽ വൈറ്റമിൻ ഡിയെ കൂടി വളരെ ഇമ്പോർട്ടൻറ്റ്, വളരെ സീരിയസ് ആയിട്ടാണ് ഇന്ന് ഡേ ടു ഡേ ലൈഫിൽ ഡോക്ടേഴ്സ് റെക്കമെൻഡ് ചെയ്യുന്നത്. ചെക്ക് യുവർ വൈറ്റമിൻ D ഡെഫിഷ്യൻസി. ഓക്കെ, നൗ കമ്മിങ് ടു ദി അനദർ ഇമ്പോർട്ടൻറ്റ് വിറ്റമിൻ എന്ന് പറയുന്നത് വൈറ്റമിൻ K ആണ്. ഈ വൈറ്റമിൻ K എന്തിനാണ് സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ബ്ലഡ് ക്ലോട്ടിങ്ങിന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വിറ്റമിനാണ് വൈറ്റമിൻ K. ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും, എല്ലാ വിറ്റമിൻസും നമുക്ക് തരുന്നത് സപ്ലിമെൻറ്റ്സിനെ വെയ്റ്റ് ലോസിൽ സാധാരണ മിക്ക ആളും സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ റെക്കമെൻഡ് ചെയ്യുന്നതാണ് പലതരത്തിലുള്ള ഫാറ്റ് സപ്ലിമെൻറ്റ്സ്, ഫാറ്റ് ബേണിംഗ് സപ്ലിമെൻറ്റ്സ്. ഓക്കെ, ഇതിൽ മാർക്കറ്റിലൊക്കെ ഇപ്പോഴും വളരെ സുലഭമാണ്. പക്ഷേ നമ്മൾ ഈ ഡിസ്കസ് ചെയ്ത ഈ കാര്യങ്ങൾ
എല്ലാം തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് കണക്ട് ചെയ്യുവാൻ കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പ്രത്യേക സപ്ലിമെൻറ്റിനെ കുറിച്ച് ബോധർ ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ എക്സസൈസിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുമ്പോൾ, കഴിക്കുന്ന ആഹാരത്തിൻ്റെ വേരിയേഷൻസ് ഉണ്ടാവുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അഡ്വാൻസ് ലെവലുള്ള അത്ലറ്റ്സ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അഡീഷണൽ വിറ്റമിൻസ് എടുക്കേണ്ടി വരും. പക്ഷേ ജനറലി പറയുമ്പോൾ നിങ്ങളുടെ ബെസ്റ്റ് ലൈഫ് സ്റ്റൈൽ പ്രാക്ടീസിൽ കൂടി ഈ പറഞ്ഞ നാച്ചുറൽ ആയിട്ടുള്ള ഫുഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു സപ്ലിമെൻറ്റിൻ്റെ ആവശ്യം വരുന്നില്ല. ക്ലിയർ ആയല്ലോ? വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് എഴുതുവാനും മറക്കണ്ട. See you through the next video. Until then, bye bye, Coach Chandra.